ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പൊ എന്നാ ഷോൺ അത് വായിച്ചു സ്റ്റാർട്ട് ചെയ്തോ. ഗ്രീസിൽ പണ്ട് ഇനോമിയസ് എന്നൊരു രാജാവുണ്ടായിരുന്നു. തേരോട്ട മത്സരത്തിൽ അതിപ്രസക്തനായിരുന്നു ഇനോമിയോസ്. അദ്ദേഹത്തിന് സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. ഹിപ്പഡാമിയ എന്നായിരുന്നു അവളുടെ പേര്. ഹിപ്പഡാമിയയ്ക്ക് വിവാഹപ്രായമായി. അതിസമർത്ഥനായ ഒരു പോരാളിയെ കൊണ്ട് മകളെ വിവാഹം കഴിപ്പിക്കണമെന്ന് ഇനോമിയസ് തീരുമാനിച്ചു. അതിനാൽ ഒരു തേരോട്ട മത്സരം നടത്താൻ അദ്ദേഹം തീർച്ചയാക്കി. മത്സരത്തിൽ സിയൂസ് ദേവന്റെ ഭക്തനായ പെലോപ്സ് എന്ന യുവാവാണ് ഒന്നാമനായത്. തന്നെ വിജയിപ്പിച്ചത് സിയൂസ് ദേവനാണെന്ന് പെലോപ്സ് വിശ്വസിച്ചു. അയാൾ പിൽക്കാലത്ത് ഒളിമ്പിയ താഴ്വരയുടെ അധീപനായി തീർന്നു. ദേവപ്രീതിക്കായി അയാൾ എല്ലാ വർഷവും തേരോട്ടം അടക്കമുള്ള മത്സരങ്ങൾ നടത്താൻ തുടങ്ങി. കരുത്തിന്റെയും വീര്യത്തിന്റെയും ആഗോള മത്സരങ്ങളായ ഒളിമ്പിക്സിന്റെ തുടക്കത്തെ കുറിച്ചുള്ള ഒരൈതിഹ്യമാണിത്. മാണിത് 3000-ലധികം വർഷം മുമ്പ് ഹെർക്കുലീസ് നായകനാണ് ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് നാന്ദി കുറിച്ചതെന്ന് മറ്റൊരു ഐതിഹ്യവും പ്രചാരണത്തിലുണ്ട്. ഗ്രീസിലെ ഒളിമ്പിയ ഗ്രാമത്തിൽ ആരംഭിക്കുന്ന മത്സരങ്ങളായതുകൊണ്ടാണ് ഇതിന് ഒളിമ്പിക്സ് എന്ന പേര് വന്നത്. ക്രിസ്തുവിന് മുമ്പ് 776-ൽ ആദ്യത്തെ ഒളിമ്പിക്സ് മത്സരങ്ങൾ ആരംഭിച്ചുവെന്നാണ് കരുതപ്പെടുന്നത്. ഒളിമ്പിയ താഴ്വരക്കടുത്ത് താമസിച്ചിരുന്ന ഈലിയൻ വർഗക്കാരായിരുന്നു മത്സരങ്ങളുടെ നടത്തിപ്പുകാർ. ഒരു മാസം നീണ്ടുനിന്നു. 11 മാസത്തെ കഠിന പരിശീലനത്തിന് ശേഷമാണ് അത്ലറ്റുകൾ മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നത്. മത്സരത്തിന്റെ നിയമങ്ങൾ കർക്കശമായിരുന്നു. അത് ലംഘിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകി വന്നിരുന്നു. അതുവരെയാണ് നമ്മൾ പഠിച്ചത് അല്ലെ. അപ്പൊ എന്തൊക്കെയാ നമ്മൾ പഠിച്ചത്? ഗ്രീസിൽ പണ്ട് ഇനോമിയസ് എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. തേരോട്ട മത്സരത്തിന് അതിപ്രഗത്ഭനായിരുന്നു അദ്ദേഹം എന്ന് മനസ്സിലാവും അല്ലെ. അദ്ദേഹത്തിന് അതിസുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. അവളുടെ പേരാണ് ഹിപ്പഡാമിയ അല്ലെ. ഓക്കെ, അപ്പൊ ഹിപ്പഡാമിയക്ക് വിവാഹപ്രായമായ സമയത്ത് എന്ത് ചെയ്തു? അദ്ദേഹം അതിസമർത്ഥനായ ഒരു പോരാളിയെ കൊണ്ട് മകളെ വിവാഹം കഴിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെയാണ് എന്ത് തേരോട്ട മത്സരം നടത്താൻ തീരുമാനിച്ചത്. അങ്ങനെ മത്സരത്തില് സിയൂസ് ദേവന്റെ ഭക്തനായ ആരായിരുന്നു അദ്ദേഹത്തിന്റെ പേര്? പെലോപ്സ് അല്ലെ. പെലോപ്സ് ആണ് എന്ന യുവാവാണ്. കേൾക്കുന്നില്ലേ മോനെ? ഷോണേ ആവുന്നില്ല. ഓക്കെ, പെലോപ്സ് എന്ന യുവാവാണ് ഒന്നാമനായത്. ഓക്കെ അല്ലേ? ഇപ്പോ ഇല്ല, സിയൂസ് ദേവനാണ് വിജയിപ്പിച്ചത് എന്നാണ് പെലോപ്സ് വിശ്വസിച്ചത്. പിന്നെന്താ പറഞ്ഞേ? ഇത് ഒരു ഒളിമ്പിക്സിന്റെ ഉത്ഭവത്തെ കുറിച്ചുള്ള ഒരു ഐതിഹ്യമാണിതെന്നും പറഞ്ഞു അല്ലെ. അപ്പൊ മറ്റൊരു ഐതിഹ്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്ത്? 3000-ലധികം വർഷം മുമ്പ് ഹെർക്കുലീസ് വീരനായകനായ ഹെർക്കുലീസ് ആണ് ഒളിമ്പിക് മത്സരങ്ങൾക്ക് നാന്തി എന്ന് പറഞ്ഞ അർത്ഥം തുടക്കം കുറിച്ചതെന്നും കരുതപ്പെടുന്ന ഒരു ഐതിഹ്യം അങ്ങനെയും ഉണ്ട്. ഓക്കെ, പിന്നെ ഗ്രീസിലെ ഒളിമ്പിയ ഗ്രാമത്തിൽ ആരംഭിച്ച മത്സരങ്ങൾ ആയതുകൊണ്ടാണ് എന്ത് ഒളിമ്പിക്സ് എന്ന പേര് ഇതിന് വന്നത് അല്ലെ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ ഒരു പേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് അപ്പൊ പിന്നെ പറഞ്ഞത് എന്താണ്? ഈലിയൻ വർഗക്കാരായിരുന്നു മത്സരങ്ങളുടെ നടത്തിപ്പുകാർ അല്ലെ. എവിടെ താമസിച്ചിരുന്ന? ഒളിമ്പിയ താഴ്വരക്കടുത്ത് താമസിച്ചിരുന്ന ഈലിയൻ വർഗക്കാരായിരുന്നു മത്സരങ്ങളുടെ നടത്തിപ്പുകാരെന്നും
പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ്. വളരെ വാശിയേറിയ മത്സരമാണ് അക്കാലത്തും അരങ്ങേറുന്നത്. ബോക്സിംഗിൽ മല്ലന്മാർ മരിച്ചു വീഴുക പതിവായിരുന്നു. ഒരിക്കൽ മത്സരശേഷം ശരീരമാസകലം പരുക്കുമായി തിരിച്ചെത്തിയ യുളീസസ് എന്ന മല്ലനെ ബന്ധുക്കൾ പോലും തിരിച്ചറിഞ്ഞില്ലത്രേ. പക്ഷേ യുളീസസിന്റെ വളർത്തുനായ മാത്രം യജമാനെ തിരിച്ചറിഞ്ഞു. അത്രയ്ക്ക് വികൃതമായിട്ടുണ്ടാവും അല്ലെ, അതുകൊണ്ടായിരിക്കാമല്ലോ ബന്ധുക്കള് തിരിച്ചറിയാതിരുന്നത്. അപ്പോ വളർത്തുനായ തിരിച്ചറിഞ്ഞു എന്നാ പറഞ്ഞ. അപ്പോ അത്രക്ക് വാശിയേറിയ മത്സരമാണ് അക്കാലത്ത് അരങ്ങേറിയിരുന്നത് അല്ലെ. അപ്പൊ ബോക്സിംഗിൽ മല്ലന്മാർ മരിച്ചു വീഴുക പതിവായിരുന്നു. ഒരിക്കൽ മത്സരശേഷം ശരീരമാസകലം തിരിച്ചത് യുളീസസ് എന്ന മല്ലനെ ബന്ധുക്കൾ പോലും തിരിച്ചറിഞ്ഞില്ല എന്നാണ്. അത്രയും മാറ്റം സംഭവിച്ചിട്ടുണ്ടാവാൻ ശരീരത്തിൽ അല്ലെ. അത്രക്ക് വാശിയേറിയ മത്സരമായിരുന്നു. അപ്പോ ഒലിവില കൊണ്ടുള്ള കിരീടമായിരുന്നു അന്ന് വിജയികൾക്കുള്ള സമ്മാനം. കൂടാതെ അവർക്ക് ആജീവനാന്തം സൗജന്യ ഭക്ഷണവും വേറെ നൽകുന്ന പതിവും ഉണ്ടായിരുന്നത്രേ അല്ലെ. എന്തായിരുന്നു അന്നത്തെ വിജയികൾക്കുള്ള സമ്മാനം? ഒലിവില കൊണ്ടുള്ള കിരീടമായിരുന്നു അന്ന് വിജയികൾക്കുള്ള സമ്മാനം. കൂടാതെ എന്താ നൽകിയിരുന്നത്? അവർക്ക് ആജീവനാന്തം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജീവിതാവസാനം വരെ, ജീവിതാന്ത്യം വരെ അല്ലെ, ജീവിതത്തിന് അന്ത്യം വരെ സൗജന്യമായിട്ട് ഭക്ഷണവും വീടും നൽകുന്ന പതിവും ഉണ്ടായിരുന്നത്രേ അല്ലെ. ഓക്കെ, അപ്പൊ അവർക്ക് എന്തൊക്കെ നൽകി? ഒലിവില കൊണ്ടുള്ള കിരീടവും പിന്നെ ജീവിതാവസാനം വരെ ജീവിക്കാനുള്ള സൗജന്യ ഭക്ഷണവും വീടും നൽകുന്ന പതിവും അന്നുണ്ടായിരുന്നത്രേ. ഓക്കെ, ആദ്യകാലത്ത് സ്ത്രീകൾക്ക് മത്സരത്തിൽ പങ്കെടുക്കുവാനോ മത്സരം കാണുവാനോ പോലും അനുവാദം ഉണ്ടായില്ല. ഒരിക്കൽ മല്ലയുദ്ധ വീരനായ പീസിഡോറസ് എന്ന യുവാവ് മത്സരത്തിനെത്തി. മകന്റെ മത്സരം കാണാൻ അമ്മയായ ഫെറേനിയസിന് മോഹം തോന്നി. അവർ ഒരു പരിശീലകന്റെ കപടവേഷം ധരിച്ച് സ്റ്റേഡിയത്തിൽ കടന്നുകൂടി. വാശിയേറിയ മത്സരത്തിൽ പീസിഡോറസ് വിജയായി. അമ്മ ആഹ്ലാദത്തോടെ വേദിയിലേക്ക് ഓടിക്കയറി. ഒളിമ്പിക്സിന് നടത്തിയവർക്ക് കാര്യം പിടികിട്ടി. അവർ ആ സ്ത്രീയെ പിടിച്ചുകെട്ടി. പരിപാവനമായ മാതൃത്വത്തിന്റെയും സ്നേഹത്തിന്റെയും പേരിൽ തന്റെ തെറ്റ് പൊറുക്കണമെന്ന് അവർ കേണപേക്ഷിച്ചു. നീണ്ടു നിന്ന വാദപ്രതിവാദങ്ങൾക്കും ചർച്ചകൾക്കും ശേഷം അവർ വിധവയായ ഫെറേനിയസിനെ വിട്ടയച്ചു. അപ്പോ ആദ്യകാലത്ത് എങ്ങനെയായിരുന്നു? സ്ത്രീകൾക്ക് കേൾക്കുന്നില്ലേ? ഷോണെ കേൾക്കുന്നില്ല? ദിയ കേൾക്കുന്നുണ്ടോ? ഓക്കെ ആണോ മോനെ? ഇപ്പോ കാലത്ത് എങ്ങനെയായിരുന്നു എന്നാ പറഞ്ഞത്? ആദ്യകാലത്ത് സ്ത്രീകൾക്ക് മത്സരത്തിൽ പങ്കെടുക്കുവാനോ മത്സരം കാണുവാനോ പോലും അനുവാദം ഉണ്ടായിരുന്നില്ല അല്ലെ. ആദ്യകാലത്ത് സ്ത്രീകൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാനോ മത്സരം കാണുവാനോ ഒന്നും അനുവാദം ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തായിരുന്നു? ഒരിക്കലൊരു മല്ലയുദ്ധ വീരനായ, എന്താ പേരെല്ലാം വല്ലാത്ത പേരാണ്, അവിടെ അണ്ടർലൈൻ ചെയ്തോട്ടോ, പീസിഡോറസ് അല്ലെ. പീസിഡോറസ് എന്ന യുവാവ് മത്സരത്തിലെത്തി. മല്ലയുദ്ധ വീരനായ പീസിഡോറസിന് മത്സരത്തിലെത്തി. ആ സമയത്ത് അദ്ദേഹത്തിന് അമ്മയ്ക്കൊരാഗ്രഹം തോന്നി. എന്ത്? മകന്റെ മത്സരം കാണണമെന്ന ഒരാഗ്രഹം പീസിഡോറസിന്റെ അമ്മയ്ക്ക് ഉണ്ടായി. അമ്മയായ ഫെറേനിയസ്, അമ്മയുടെ പേരെന്താണ്? ഫെറേനിയസ്. അപ്പൊ ഫെറേനിയസിന് അങ്ങനെ ഒരു മോഹം തോന്നി. അവരൊരു പരിശീലകന്റെ കപടവേഷം വെച്ചു. ഒരു പരിശീലകനാണെന്ന് മറ്റുള്ളവരും ചെയ്തു. കേൾക്കുന്നില്ല? കപടവേഷം ധരിച്ച് അമ്മ സ്റ്റേഡിയത്തിലെത്തി. ഓക്കെ, ക്ലിയർ ആണോ? അമ്മയായ ഫെറേനിയസിന് മകന്റെ മത്സരം കാണണമെന്നൊരു മോഹം ഉണ്ടായി അല്ലെ, ആഗ്രഹം ഉണ്ടായി. അങ്ങനെ അവർ ഒരു പരിശീലകന്റെ കപടവേഷം ധരിച്ച്, പരിശീലകനല്ലല്ലോ, അതുകൊണ്ടാണ് കപടവേഷം എന്ന് പറഞ്ഞത് അല്ലെ. ഓക്കെ, കപടവേഷം ധരിച്ച് എവിടെ എത്തി? മത്സരം കാണാൻ സ്റ്റേഡിയത്തില് ഇങ്ങനെയോ കടന്നുകൂടി. വാശിയേറിയ മത്സരത്തിൽ എന്ത് ചെയ്തു? പീസിഡോറസ് വിജയിച്ചു അല്ലെ. മകന്റെ വിജയം കാണുമ്പോ അമ്മയ്ക്ക് എന്ത് ചെയ്യും? വല്ലാത്തൊരു ആവേശമായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു? അമ്മ ആഹ്ലാദത്തോടെ വേദിയിലേക്ക് ഓടിക്കയറുമ്പോ എന്തായി? ഒളിമ്പിക്സിന് നടത്തിപ്പുകാർക്ക് കാര്യം പിടികിട്ടി. എന്ത്? ഇത് അമ്മ തന്നെയാണെന്ന് മനസ്സിലായി. അങ്ങനെ അവർ ആ സ്ത്രീയെ പിടിച്ചു കെട്ടി. കാരണം സ്ത്രീകൾക്ക് സ്റ്റേഡിയത്തിൽ കടന്നുകൂടാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല ആദ്യകാലത്ത്. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്തു? അമ്മയെ പിടിച്ചു കെട്ടി. പീസിഡോറസിന്റെ അമ്മയെ, അതായത് ഫെറേനിയസിനെ പിടിച്ചു കെട്ടി. പരിപാവനമായ മാതൃത്വത്തിന്റെയും, ക്ലിയർ ഇല്ല അല്ലെ? ഓക്കെ,
പരിഭാവനമായ അപ്പോ അങ്ങനെ ആദ്യകാലത്ത് സ്ത്രീകൾക്ക് മത്സരത്തിൽ മത്സരം കാണാനൊന്നും അനുവാദമില്ലാതിരുന്ന സമയത്ത് പീസിഡോറസ് എന്ന മല്ലയുദ്ധ വീരനായ യുവാവ് മത്സരത്തിലെത്തി. അപ്പോ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് ഒരാഗ്രഹം തോന്നി. അമ്മയായ ഫെറേനിയസിന് എന്താ ആഗ്രഹം തോന്നിയത്? മകന്റെ കളി കാണണമെന്ന് ഒരാഗ്രഹം തോന്നി. അങ്ങനെ മകന്റെ മത്സരം കാണാൻ വേണ്ടിട്ട് അമ്മ അവിടെ എത്തി. സ്റ്റേഡിയത്തിൽ എന്ത് വേഷം? ഒരു പരിശീലകന്റെ വേഷം, കപട വേഷം ധരിച്ച് കടന്നുകൂടി. അപ്പോ വാശിയേറിയ മത്സരത്തിൽ പീസിഡോറസ് വിജയായ സമയത്ത് അമ്മക്ക് ആഹ്ലാദം സഹിക്കാൻ പറ്റാതെ അമ്മ സ്റ്റേഡിയത്തിലേക്ക് വേദിയിലേക്ക് ഓടിക്കയറി. അപ്പോ ഒളിമ്പിക്സിന് നടത്തിയപ്പോൾ അവർക്ക് കാര്യം പിടികിട്ടി അല്ലെ. അപ്പൊ എന്ത് ചെയ്തു? അവര് ആ സ്ത്രീയെ പിടിച്ചു കെട്ടി. അപ്പൊ പരിഭാവനമായ മാതൃത്വം പരിഭാവനമാണെന്ന് അർത്ഥം അല്ലെ. അപ്പോ പരിഭാവനമായ മാതൃത്വത്തിന്റെയും സ്നേഹത്തിന്റെയും പേരില് തന്റെ തെറ്റ് പൊറുക്കണമെന്ന് അല്ലെ, ക്ഷമിക്കണമെന്ന് ആ അമ്മ കേണ അപേക്ഷിച്ചു. നീണ്ടു നിന്ന വാദപ്രതിവാദങ്ങൾക്കും ചർച്ചകൾക്കു ശേഷം അവർ വിധവയായ അവരെ വിട്ടയച്ചു എന്നാണ് പറയുന്നത് അല്ലെ. ഓക്കെ, അതാണ് ആ പാരഗ്രാഫില് പറഞ്ഞത്. അപ്പോ എന്താണ് പരിഭാവനം എന്ന് പറഞ്ഞാൽ? എന്താണ് അർത്ഥം? ഏറ്റവും പരിശുദ്ധമായ അർത്ഥം അല്ലെ. ഏറ്റവും പരിശുദ്ധമായാണ് പരിഭാവനം. ആജീവനാന്തം മിസ് നേരത്തെ അർത്ഥം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജീവിതത്തിന്റെ അവസാനം വരെ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് വളരെ വാശിയേറിയ മത്സരമാണ് അക്കാലത്തും അരങ്ങേറിയിരുന്നത്. ബോക്സിംഗിൽ മല്ലന്മാർ മരിച്ചു വീഴുക പതിവായിരുന്നു. ഒരിക്കൽ മത്സരശേഷം ശരീരമാസകലം പരിക്കുമായി തിരിച്ചെത്തിയ യുളീസസ് എന്ന മല്ലനെ ബന്ധുക്കൾ പോലും തിരിച്ചറിഞ്ഞില്ലത്ര. അത്രക്ക് വികൃതമായിരുന്നിരിക്കാം അല്ലെ. പക്ഷേ യുളീസസിന്റെ വളർത്തുനായ മാത്രം യജമാനെ തിരിച്ചറിഞ്ഞു. ഒലിവില കൊണ്ടുള്ള കിരീടമായിരുന്നു അന്ന് വിജയികൾക്കുള്ള സമ്മാനം. പിന്നെന്താ കൊടുത്തത്? കൂടാതെ അവർക്ക് ആജീവനാന്തം ജീവിതാവസാനം വരെ സൗജന്യ ഭക്ഷണവും വീടും നൽകുന്ന പതിവും ഉണ്ടായിരുന്നത്രേ. ആദ്യകാലത്ത് സ്ത്രീകൾക്ക് മത്സരത്തിൽ പങ്കെടുക്കുവാനോ മത്സരം കാണുവാനോ പോലും അനുവാദം ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ മല്ലയുദ്ധകാരനായ പീസിഡോറസ് എന്ന യുവാവ് മത്സരത്തിലെത്തി. മകന്റെ മത്സരം കാണാൻ അമ്മയായ ഫെറേനിയസിന് മോഹം തോന്നി. അവർ ഒരു പരിശീലകന്റെ കപടവേഷം ധരിച്ച് സ്റ്റേഡിയത്തില് കടന്നുകൂടി. വാശിയേറിയ മത്സരത്തിൽ പീസിഡോറസ് വിജയായ സമയത്ത് എന്ത് ചെയ്തു അമ്മ? അവർ ആഹ്ലാദത്തോടെ അമ്മ വേദിയിലേക്ക് ഓടിക്കയറി. ഒളിമ്പിക്സിന് നടത്തിപ്പുകാർക്ക് കാര്യം പിടികിട്ടി. അവർ ആ സ്ത്രീയെ പിടിച്ചു കെട്ടി. പരിഭാവനമായ പരിശുദ്ധമായ മാതൃത്വത്തിന്റെയും സ്നേഹത്തിന്റെയും പേരിൽ തന്നെ തെറ്റ് പൊറുക്കണമെന്ന് അവര് അപേക്ഷിച്ചു. അതായത് താണുകേണ അപേക്ഷിച്ചു. ഓക്കെ, നീണ്ടു നിന്ന വാദപ്രതിവാദങ്ങൾക്കും ചർച്ചകൾക്ക് ശേഷം അവർ വിധവയായ ഫെറേനിയസിനെ വിട്ടുവെച്ചു. അത്രക്ക് നിർബന്ധമായിരുന്നു അന്ന് അക്കാലത്തെ സ്ത്രീകള് മത്സരം കാണുകയോ സ്റ്റേഡിയത്തിൽ കയക്കാൻ പാടില്ലോ എന്നില്ലേ. അതായത് മത്സരത്തിൽ പങ്കെടുക്കുകയോ സ്റ്റേഡിയത്തിൽ എത്തുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള നിബന്ധനയായിരുന്നു അക്കാലത്ത് സ്ത്രീകൾക്ക് ആദ്യകാലത്ത്. പിന്നെന്താ പറഞ്ഞത്? അടുത്ത പറഞ്ഞത് എന്താ പറഞ്ഞത്? BC 1-ാം നൂറ്റാണ്ടോടെ പ്രാചീന ഒളിമ്പിക്സിന്റെ പ്രഭാവം മങ്ങി അല്ലെ. ഒളിമ്പിക്സിനുണ്ടായ പ്രഭാവം എന്ന് പറഞ്ഞ എന്താണ്? ശക്തി അല്ലെങ്കിൽ ചൈതന്യം. അപ്പോ എത്ര? BC വന്ന ക്രിസ്തുവിന് മുമ്പ് അറിയാലോ, BC AD ഒക്കെ. BC 1-ാം നൂറ്റാണ്ടോടെ പ്രാചീന ഒളിമ്പിക്സിന്റെ പ്രഭാവം ശക്തി അല്ലെങ്കിൽ ചൈതന്യം ക്ഷയിച്ചു തുടങ്ങി അല്ലെ, മങ്ങി. അപ്പൊ മത്സരങ്ങളുടെ ആവേശം തണുത്തു. അതിനു മുമ്പ് ഉണ്ടായിരുന്ന ആവേശമൊക്കെ കെട്ടടങ്ങി. ക്ഷയോന്മുഖമായി. ഗ്രീസിലാണല്ലോ ഒളിമ്പിക്സിന്റെ കൂടിയത്. അപ്പോ ഗ്രീസ് ക്ഷയോന്മുഖമായി അല്ലെ. എന്റെ ഒരു നാശത്തിന്റെ ക്ഷയോന്മുഖമാകുക എന്ന് പറഞ്ഞ എന്താണ്? നാശത്തിന് നേരെയാകുക, നശിക്കാൻ തുടങ്ങുന്ന അവസ്ഥ, നശിക്കാൻ തുടങ്ങുക. ക്ഷയോന്മുഖമാകുക പറഞ്ഞാൽ നശിക്കാൻ തുടങ്ങുക. അപ്പോ BC 1-ാം നൂറ്റാണ്ടിന്റെ പ്രാചീന ഒളിമ്പിക്സിന്റെ പ്രഭാവം എന്ന് പറഞ്ഞ ചൈതന്യം അതിന് ശക്തി മങ്ങിത്തുടങ്ങി.
പറഞ്ഞേ മത്സരങ്ങളുടെ ആവേശം അല്ലെ, എത്ര പേര് ഉണ്ടായിരുന്ന ആവേശമൊക്കെ കെട്ടടങ്ങി. പിന്നെന്താ, ഗ്രീസ് ക്ഷയോന്മുഖമായി നാശത്തിന്റെ വക്കിലെത്തി അല്ലെ. ഗോദ് വർഗക്കാർ ഒളിമ്പിക്സ് വേദി തകർത്തു. ഗോദ് എന്ന വർഗക്കാർ എന്ത് ചെയ്തു? ഒളിമ്പിക്സിന്റെ വേദി തകർത്തു. ഒടുവിൽ തിയോഡോഷ്യസ് എന്ന ചക്രവർത്തി ഒളിമ്പിക് മത്സരങ്ങൾ നിരോധിച്ചുകൊണ്ട് കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു. ആരാണ് ഒളിമ്പിക്സ് മത്സരങ്ങളെ നിരോധിച്ചുകൊണ്ട് വേണ്ടാന്ന് വെച്ച് കൽപ്പന പുറപ്പെടുവിച്ചു? തിയോഡോഷ്യസ്. അണ്ടർലൈൻ ചെയ്തോ ഷോണേ, അതൊക്കെ അണ്ടർലൈൻ ചെയ്തോ. തിയോഡോഷ്യസ് എന്ത് ചെയ്തു? ഒളിമ്പിക് മത്സരങ്ങളെ നിരോധിച്ചുകൊണ്ട് കൽപ്പന പുറപ്പെടുവിച്ചു തിയോഡോഷ്യസ് അല്ലെ. അപ്പൊ BC 1-ാം നൂറ്റാണ്ടോടെ പ്രാചീന ഒളിമ്പിക്സിന്റെ പ്രഭാവം മങ്ങി. പ്രഭാവം എന്ന് പറഞ്ഞാൽ ശക്തി അല്ലെങ്കിൽ ചൈതന്യം. മത്സരങ്ങളുടെ ആവേശം തണുത്തു. അതുവരെ ഉണ്ടായിരുന്ന ആ മത്സരത്തിന്റെ ആവേശമൊക്കെ കെട്ടടങ്ങി. അതിന് കാരണം ഗ്രീസ് ക്ഷയോന്മുഖമാവുകയും ചെയ്തു. ഗോദ് വർഗക്കാർ ഒളിമ്പിക്സ് വേദി തകർത്തു. ഒടുവിൽ തിയോഡോഷ്യസ് എന്ന ചക്രവർത്തി എന്ത് ചെയ്തു? ഒളിമ്പിക് മത്സരങ്ങൾ നിരോധിച്ചുകൊണ്ട് കൽപ്പന പുറപ്പെടുവിച്ചു അല്ലെ. അങ്ങനെ അത് നിരോധിച്ചതായിട്ട് കൽപ്പന പുറപ്പെടുവിച്ചു. പിന്നെ ആടുന്ന് കുറെ കാലം കഴിഞ്ഞ ശേഷം AD 5-ാം നൂറ്റാണ്ടോടെ പ്രാചീന ഒളിമ്പിക്സ് ഒരു ഓർമ്മ മാത്രമായി. പോർവിളികൾ അവസാനിച്ചു. ജയബേരികൾ മുഴങ്ങിയ ഒളിമ്പിയ താഴ്വര വിജനമായി അല്ലെ. ഒരു കാലത്ത് ജയബേരികൾ, അതായത് വിജയത്തിന്റെ ആഘോഷം വെച്ച ജയബേരി എന്നാ ജയബേരി പറഞ്ഞ വല്ലാത്തൊരു വിജയത്തിന്റെ വെല്ലുവിളിയായിരിക്കും. അപ്പൊ അത് എന്ത് ചെയ്തു? ജയബേരികൾ മുഴങ്ങിയ ഒളിമ്പിയ താഴ്വര വിജനമായി. വിജനമായി പറഞ്ഞ ആളില്ല. വിജനമാകുക എന്താണ്? ഒറ്റപ്പെടുന്ന പോലെ അവസരം അല്ലെ. ആരുൾക്കാരനില്ലാതെ അതിങ്ങനെ കിടന്നു. ഓക്കെ. അപ്പോ AD 5-ാം നൂറ്റാണ്ടോടെ പ്രാചീന ഒളിമ്പിക്സ് ഒരു ഓർമ്മ മാത്രമായി. ഒളിമ്പിക്സിന്റെ പ്രഭാവം മങ്ങിന് വന്നു BC 1-ാം നൂറ്റാണ്ടോടെ തന്നെ. അപ്പോ AD 5-ാം നൂറ്റാണ്ടോടുകൂടി എന്ത് ചെയ്തു? അത് ഒരു ഓർമ്മ മാത്രമായി. എന്ന് വെച്ചാൽ പണ്ടെപ്പോഴും ഒളിമ്പിക്സ് ഉണ്ടായിരുന്നു എന്ന് മാത്രമുള്ള ഒരു ഓർമ്മ മാത്രമായി. പോർവിളികൾ അവസാനിച്ചു. ജയബേരികൾ മുഴങ്ങിയ ഒളിമ്പിയ താഴ്വര വിജനമായി. അത്ര മതിയല്ലേ നമുക്ക്. അപ്പോ ഇന്നെടുത്ത ഭാഗം ഒന്ന് വിശദമാക്കാൻ എനിക്ക് മൗനം വായിച്ചൊന്ന്. ഓക്കെ. വളരെ വാശിയേറിയ മത്സരമാണ് അക്കാലത്ത് അരങ്ങേറുന്നത്. ബോക്സിംഗിൽ മല്ലന്മാർ മരിച്ചു വീഴുക പതിവായിരുന്നു. ഒരിക്കൽ മത്സരശേഷം ശരീരമാസകലം പരിക്കുമായി തിരിച്ചെത്തിയ യുളീസസ് എന്ന മല്ലനെ ബന്ധുക്കൾ പോലും തിരിച്ചറിഞ്ഞത്രേ. പക്ഷേ യുളീസസിന്റെ വളർത്തുനായ മാത്രം യജമാനനെ തിരിച്ചറിഞ്ഞു. ഒലിവില കൊണ്ടുള്ള കിരീടമായിരുന്നു അന്ന് വിജയികൾക്കുള്ള സമ്മാനം. ക്ലിയർ ഇല്ല മോനെ? ഇല്ല അല്ലെ. ഓക്കെ. ഓക്കെയാണോ? ഓക്കെയാണോ? ഇപ്പൊ വിജയികൾക്കുള്ള സമ്മാനം കൂടാതെ അവർക്ക് ആജീവനാന്തം സൗജന്യ ഭക്ഷണവും വീടും നൽകുന്ന പതിവും ഉണ്ടായിരുന്നത്രേ. ആദ്യകാലത്ത് സ്ത്രീകൾക്ക് മത്സരത്തിൽ പങ്കെടുക്കുവാനോ മത്സരം കാണുവാനോ പോലും അനുവാദം ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ മല്ലയുദ്ധവീരനായ പീസിഡോറസ് എന്ന യുവാവ് മത്സരത്തിനെത്തി. മകന്റെ മത്സരം കാണാൻ അമ്മയായ ഫെറേനിയസിന് മോഹം തോന്നി. അവർ ഒരു പരിശീലകന്റെ കപടവേഷം ധരിച്ച് സ്റ്റേഡിയത്തിൽ കടന്നുകൂടി. വാശിയേറിയ മത്സരത്തിൽ പീസിഡോറസ് വിജയിയായി. അമ്മ ആഹ്ലാദത്തോടെ വേദിയിലേക്ക് ഓടിക്കയറി. ഓഫീസിൽ നടത്തിപ്പുകാർക്ക് കാര്യം പിടികിട്ടി. അവർ ആ സ്ത്രീയെ പിടിച്ചുകെട്ടി. പരിപാവനമായ മാതൃത്വത്തിന്റെയും സ്നേഹത്തിന്റെയും പേരിൽ തന്റെ തെറ്റ് പൊറുക്കണമെന്ന് അവർ കേണപേക്ഷിച്ചു. നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾക്കും ചർച്ചകൾക്കും ശേഷം അവർ വിധവയായ ഫെറേനിയസിനെ വിട്ടയച്ചു. BC 1-ാം നൂറ്റാണ്ടോടെ പ്രാചീന ഒളിമ്പിക്സിന്റെ പ്രഭാവം മങ്ങി. മത്സരങ്ങളുടെ ആവേശം തണുത്തു. ഗ്രീസ് ക്ഷയോന്മുഖമായി. ഗോദ് വർഗക്കാർ ഒളിമ്പിക്സ് വേദി തകർത്തു. ഒടുവിൽ തിയോഡോഷ്യസ് എന്ന ചക്രവർത്തി ഒളിമ്പിക് മത്സരങ്ങൾ നിരോധിച്ചുകൊണ്ട് കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു.
AD 5-ാം നൂറ്റാണ്ടോടെ പ്രാചീന ഒളിമ്പിക്സ് ഒരു ഓർമ്മ മാത്രമായി. പോർവിളികൾ അവസാനിച്ചു. ജയഭേരികൾ മുഴങ്ങിയ ഒളിമ്പിയ താഴ്വര വിജനമായി. ഓക്കെ, കേൾക്കുന്നില്ല? ഓക്കെ, ഇനി ഷോൺ ഒന്ന് വായിച്ചേ. മതിയാക്കി ഇന്ന് ക്ലാസ്. ഇന്ന് പഠിപ്പിച്ചത് മുതലല്ലേ? ഇന്ന് പഠിപ്പിച്ച മുതൽ. വളരെ വാശിയേറിയ മത്സരമാണ് അക്കാലത്തും അരങ്ങേറിയിരുന്നത്. ബോക്സിംഗിൽ മല്ലന്മാർ മരിച്ചു വീഴുക പതിവായിരുന്നു. ഒരിക്കൽ മത്സരശേഷം ശരീരമാസകലം പരുക്കുമായി തിരിച്ചെത്തിയ യുളീസസ് എന്ന മല്ലനെ ബന്ധുക്കൾ പോലും തിരിച്ചറിഞ്ഞില്ലത്രേ. പക്ഷേ യുളീസസിന്റെ വളർത്തുനായ മാത്രം യജമാനെ തിരിച്ചറിഞ്ഞു. ഒലിവില കൊണ്ടുള്ള കിരീടമായിരുന്നു അന്ന് വിജയികൾക്ക് സമ്മാനം. കൂടാതെ അവർക്ക് ആജീവനാന്തം സൗജന്യ ഭക്ഷണവും വീടും നൽകുന്ന പതിവും ഉണ്ടായിരുന്നത്രേ. ആദ്യകാലത്ത് സ്ത്രീകൾക്ക് മത്സരത്തിൽ പങ്കെടുക്കുവാനോ മത്സരം കാണുവാനോ പോലും അനുവാദമുണ്ടായിരുന്നില്ല. ഒരിക്കൽ മല്ലയുദ്ധവീരനായ പീസിഡോറസ് എന്ന യുവാവ് മത്സരത്തിനെത്തി. തന്റെ മകന്റെ മത്സരം കാണാൻ അമ്മയായ ഫെറേനിയസിന് മോഹം തോന്നി. അവർ ഒരു പരിശീലകന്റെ കപടവേഷം ധരിച്ച് സ്റ്റേഡിയത്തിൽ കടന്നുകൂടി. വാശിയേറിയ മത്സരത്തിൽ പീസിഡോറസ് വിജയിയായി. അമ്മ ആഹ്ലാദത്തോടെ വേദിയിലേക്ക് ഓടിക്കേറി. ഒളിമ്പിക്സിന്റെ നടത്തിപ്പുകാർക്ക് കാര്യം പിടികിട്ടി. അവർ ആ സ്ത്രീയെ പിടിച്ചുകെട്ടി. പരിപാവനമായ മാതൃത്വത്തിന്റെയും സ്നേഹത്തിന്റെയും പേരിൽ എന്റെ തെറ്റ് പൊറുക്കണമെന്ന് അവർ കേണപേക്ഷിച്ചു. നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾക്കും ചർച്ചകൾക്കും ശേഷം അവർ വിധേയായ ഫെറേനിയസിനെ വിട്ടയച്ചു. BC 1-ാം നൂറ്റാണ്ടോടെ പ്രാചീന ഒളിമ്പിക്സിന്റെ പ്രഭാവം മങ്ങി. മത്സരങ്ങളുടെ ആവേശം തണുത്തു. ഗ്രീസ് ക്ഷയോന്മുഖമായി. ഗോതുവർഗക്കാർ